ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മെ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് വ്യക്തതയോടെ നമ്മെ ഉണർത്തുവാനിടയാകുന്നു. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു എങ്കിലും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണല്ലെങ്കിൽ നാം സ്വർഗത്തിൽ ചെന്ന് സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ വസിക്കേണ്ടവരാണ് എന്നുള്ളതാണ് സത്യം. അഥവാ ദൈവം മനുഷ്യരോട് കൂടെ വസിപ്പാൻ ആഗ്രഹിച്ച് ദൈവവും മനുഷ്യനും ഒന്നായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരനുഭവമാണ് തിരുവെഴുത്തിൻ്റെ ആകെ തുകയായി മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശമായി നമുക്ക് ഉണരുവാനിടയാകുന്നത്. അതിനു മുൻപ് ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ദൈവദൂതന്മാരെ ഭൂമിയിലാക്കുവാനിടയായി. പറുദീസ അന്നുമുണ്ടായിരുന്നു, അവിടെയും കിരൂബുകളുണ്ടായിരുന്നു. എന്നാൽ ദൂതന്മാർക്ക് സംഭവിച്ചതായ വീഴ്ച നിമിത്തം ഭൂമി പാഴും ശൂന്യമായി തീരുവാനിടയാകുന്നു. തൽഫലമായി ദൈവത്തിൻ്റെ രണ്ടാം പദ്ധതിയുടെ പ്ലാനിൻ്റെ ക്രമീകരണമായി ആ പാഴും ശൂന്യവുമായ ഭൂമിയെ പുതുപ്പിച്ചുകൊണ്ട് ദൈവം മനോഹരമായൊരു ഭൂമിയാക്കി തീർത്ത് ആ ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയാകുന്നു. ദൈവത്തിൻ്റെ തോട്ടമായ ഏഥേനിൽ മനുഷ്യനെ ആക്കി വെച്ച് വെയിലാറുമ്പോഴൊക്കെയും ദൈവം മനുഷ്യൻ്റെ അടുക്കൽ വന്ന് മനുഷ്യനോട് സഹവസിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. തിരുവെഴുത്തുകളെ നാം ആഴത്തിൽ പഠിക്കുമ്പോൾ ആ ഏഥേൻ തോട്ടത്തിൽ ആക്കപ്പെട്ടതായ മനുഷ്യൻ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം മാത്രം തിന്നാതെ മറ്റ് വൃക്ഷഫലങ്ങളൊക്കെയും തിന്ന് ശാരീരികമായും മാനസികമായും ഒക്കെ വളർച്ച പ്രാപിച്ച് ജീവവൃക്ഷത്താലുള്ള ദൈവിക ജീവൻ പ്രാപിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന പക്വതയിൽ അഥവാ പ്രായത്തിൻ്റെ ശ്രേഷ്ഠതയിൽ ആ നന്മ തിന്മകളെയും കുറിച്ച് ഉള്ള വൃക്ഷഫലവും ഭക്ഷിച്ച് ദൈവത്തെ പോലെ ആയിത്തീരുവാൻ, ദൈവത്തോടുകൂടെ വസിപ്പാൻ ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിച്ചു എന്നുള്ളതാണ് സത്യം. എന്നാൽ അത് അതിൻ്റേതായ സമയത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം പ്രവൃത്തി പ്രകാരം സകലവും അതതിൻ്റെ സമയത്താണ് ദൈവം ഭംഗിയായി ചെയ്യുന്നതെന്നുള്ളത് ഉണരാതെ പിശാചിൻ്റെ വാക്ക് കേട്ട് വേഗത്തിൽ പെട്ടെന്ന് തന്നെ ദൈവത്തെ പോലെ ആകുവാനുള്ള മനുഷ്യൻ്റെ ആർത്തിയാണ് ജീവിതത്തിൽ ദോഷമായി തീരുവാനിടയായത്. ആകയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഉണരേണ്ടതായൊരു സത്യം, നാം ഈ ലോകത്തിൽ ആദാമിൻ്റെ മക്കളായല്ലെങ്കിൽ മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമയെ ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്കിടയാകുന്നു. എന്നാൽ നമ്മുടെ ജീവിത അവസാനത്തിൽ അഥവാ ദൈവിക പ്ലാനിൻ്റെ പൂർണ്ണതയിൽ നിത്യതയുടെ ആരംഭത്തിൽ നാം കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ സ്വർഗീയൻ്റെ പ്രതിമ ധരിച്ചുകൊണ്ട് സ്വർഗീയരായി തീരുവാൻ നമുക്കിടയാകുമെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന്. ഫിലിപ്പിയ ലേഖനം 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ആ ഒരു ചിന്ത ദൈവമക്കളെ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, ഏതെല്ലാം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഒരു സമയത്ത് നാം ഈ ഭൂമി വിട്ട് ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടവരാണ്. ആകയാൽ നമ്മുടെ മടക്കയാത്ര എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കായിരിക്കാൻ ഇടയാകണം. കാരണം നാം സ്വർഗീയ പൗരന്മാരാണെന്നുള്ളതാണ് സത്യം. ആകയാൽ ആ സ്വർഗീയ പൗരന്മാരായി തീരുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ട അനുഭവമാണ് കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിലല്ലേ നാം വായിക്കുമ്പോൾ സ്വർഗീയന്റെ പ്രതിമയെ ധരിക്കുവാൻ ഇടയാകുന്ന അനുഭവം നമ്മെ ഓർപ്പിക്കുന്നു. 15:49. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയെയും ധരിക്കും. ഇവിടെ നമുക്കൊരു ഉറപ്പ് നൽകുന്നത്, നമുക്കൊരു ധൈര്യം നൽകുന്ന ഒരു അനുഭവം, ഇന്ന് നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ച് ജീവിക്കുന്നവരാണ്. അഥവാ ആദാം ദൈവത്താൽ മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനായി ആ മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട മനുഷ്യൻ ജീവശ്വാസമൂതി അവനെ മനുഷ്യനാക്കി തീർത്ത ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ തുടർച്ചയായി മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചവരായി നാം ഇന്ന് ജീവിക്കുന്നു. ഈ ഒരു മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചാണ് നാം ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തവും സുനിശ്ചിതവുമായതുകൊണ്ട് അടുത്ത ഭാഗം നമ്മുടെ ചിന്തയിൽ വ്യക്തതയോടെ ഉറയ്ക്കുവാനിടയാകണം. നാം സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സ്വർഗരാജ്യത്തിൽ പോയി
സ്വർഗീയനായ കർത്താവിനോട് കൂടെ വസിപ്പാൻ നമുക്കിടയാകേണ്ടതിന് നാം ആ സ്വർഗീയൻ്റെ പ്രതിമ ധരിച്ചേ മതിയാകൂ എന്നുള്ളതാണ് സത്യം. കാരണം ആ സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കണമെങ്കിൽ ആ സ്വർഗീയൻ്റെ പ്രതിമ ഉണ്ടെങ്കിൽ മാത്രമേ, അഥവാ ആ സ്വർഗീയ രൂപമുണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് വസിപ്പാനിടയാകത്തുള്ളൂ. അതാണ് നാം കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഈ മൺകൂടാരം അഴിഞ്ഞു പോയാൽ എന്ന് പറയുന്ന ഒരു വാക്ക്, അത് അക്ഷരികമായ നമ്മുടെ ലോകത്തിലുള്ള വീടിനെ കുറിച്ചല്ല, നമ്മുടെ ശരീരമാകുന്ന ഭവനത്തെക്കുറിച്ചാണ് പറയുന്നത്. മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമയിൽ, അഥവാ ഈ മൺകൂടാരത്തിൽ, ഈ മൺശരീരത്തിൽ, ഈ മൺവീട്ടിൽ നാം വസിക്കുന്ന നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് ചേരുവാൻ നമുക്കിടയാകത്തക്കവണ്ണം ദൈവം നമുക്ക് സ്വർഗീയമായ ഒരു പാർപ്പിടം അഥവാ ഒരു ഭവനം അഥവാ നാം വസിപ്പാനിടയാകത്തക്കവണ്ണമുള്ള ഒരു സ്വർഗീയ ശരീരം നമുക്ക് ഒരുക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ കൈപ്പണിയല്ല എന്നും ദൈവമാണത് പണിയുന്നതെന്ന് നമുക്ക് ആ വാക്യത്തിൽ കാണുവാൻ കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾ സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. അങ്ങനെയെങ്കിൽ ആ കെട്ടിടം നമ്മുടെ ജീവിതത്തിൽ നാം ലോകത്തിൽ താമസിക്കുന്ന വീട് അഥവാ ബിൽഡിംഗ് എന്നുള്ളതല്ല. പിന്നെയോ ഈ ശരീരം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നാം ആ സ്വർഗീയ ശരീരത്തിന് യോഗ്യരായി സ്വർഗത്തിൽ ആ സ്വർഗീയ ശരീരത്തോട് വസിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് സ്വന്തം കൈകൊണ്ട് പണിയുന്ന, മനുഷ്യൻ്റെ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം സ്വർഗത്തിൽ നമുക്കുണ്ട്. അതാണ് നാം മുമ്പേ കണ്ടതായ അനുഭവത്തിൽ നാം ഉണരുന്നത്. നമുക്ക് സ്വർഗീയൻ്റെ പ്രതിമയെ ധരിക്കുവാൻ ഇടയാകുമെന്നുള്ള ഒരു അനുഭവം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം, യേശു പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അപ്പോൾ അവിടെ നമുക്ക് വീട് ഒരുക്കുവാനല്ല, അവിടെ ഒരേ ഒരു വീടേ ഉള്ളത്, പിതാവിൻ്റെ ഭവനമാണ്. ആ ഭവനത്തിൽ നമുക്കൊരു സ്ഥലം ഒരുക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ആ ഭവനത്തിൽ, ആ പിതാവിൻ്റെ ഭവനത്തിൽ അഥവാ നമുക്കൊരുക്കുന്ന സ്ഥലത്ത് നാം വസിപ്പാൻ നമുക്കിടയാകണമെങ്കിൽ സ്വർഗീയൻ്റെ പ്രതിമ നാം ധരിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ ദൈവം നമുക്കൊരുക്കുന്ന സ്വർഗസ്ഥലത്ത് പോയി ചേരുവാൻ നമുക്കിടയാകയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നാം വായിക്കുമ്പോൾ, നാം കർത്താവിനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് കർത്താവിനോട് സദൃശ്യന്മാരാകും എന്ന് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ, കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ, തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ നാം കർത്താവിനെ ആ തേജസ്സോടെ തന്നെ താൻ ഇരിക്കും പോലെ തന്നെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ കർത്താവിനോട് അനുരൂപരായി തീരുവാനിടയാകും. അഥവാ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കുവാൻ നമുക്കിടയാകും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശ എന്നുള്ളതിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനിടയാകും. ആകയാൽ ഈ പകൽക്കാലം ദൈവാത്മാവ് നമ്മെ ഉണർത്തുന്നത്, നാം ഇന്ന് ഈ മൺശരീരത്തിൽ വസിക്കുന്നത് മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചവരായി നാം ജീവിക്കുന്നു. ഇനിയും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിപ്പാൻ പോകുന്ന അനുഭവം എന്ന് പറയുന്നത് അത് സ്വർഗീയൻ്റെ പ്രതിമ ധരിപ്പാൻ ഇടയാകുന്ന അനുഭവമാണ്. ഈ 2 അനുഭവങ്ങൾക്കിടയിൽ നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ വ്യത്യസ്തമായ വേറെ 4 അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. വ്യത്യസ്തമായ വേറെ 4 അനുഭവങ്ങൾ. ആ 4 പാതകളിലൂടെയും നാം കടന്നു പോകുവാൻ നമുക്കിടയാകണം. അല്ലെങ്കിൽ മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമയായ ആ മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗീയൻ എന്ന അവസ്ഥയിലേക്ക്, അഥവാ ക്രിസ്തുയേശുവിൻ്റെ സദൃശ്യമായി തീരുന്ന അനുഭവത്തിലേക്ക് നാം നടത്തപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ നാം വിവിധങ്ങളായ 4 ഘട്ടങ്ങളിലൂടെ, 4 അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇതിൽ 4-ാമത്തെ അവസ്ഥയാണ് നമ്മെ കർത്താവിനോട് അനുരൂപരാക്കി തീർക്കുവാൻ അഥവാ സ്വർഗീയരാക്കി തീർക്കുവാൻ ഇടയാകുന്ന അനുഭവം. സ്വർഗീയൻ നാം എന്ന് പറയുമ്പോൾ അത് ഈ ഭൂമിയിൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു അനുഭവമല്ല, നിത്യതയിൽ നാം ഉയർത്തെഴുന്നേറ്റ ശേഷം പ്രാപിപ്പാൻ പോകുന്ന അനുഭവമാണ്. അതിനിടയിൽ ആ പ്രാപിക്കുന്നതിന് മുൻപായിട്ട് ഈ മനുഷ്യൻ
4 വിധമായ ഭാഗവത്തിലൂടെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. അതിൽ ഒന്നാമത്തെ അനുഭവം നാം വായിക്കുമ്പോൾ പ്രാകൃത മനുഷ്യൻ എന്നാണ് ആ മനുഷ്യന് തിരുവെഴുത്ത് കൊടുത്തിരിക്കുന്ന പേര്. പ്രാകൃത മനുഷ്യൻ. കൊരിന്ത്യലേഖനത്തിലല്ലേ നാം വായിക്കുമ്പോൾ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം ഗ്രഹിക്കുന്നില്ല എന്നും അത് അവന് ഭോഷത്വമാകുന്നു എന്നും നാം വായിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ഒന്നാമത്തെ നിലയാണ് പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്ന അനുഭവം. സാധാരണമായി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കാട്ടുവാസികളായ അല്ലെങ്കിൽ പ്രാകൃതരായി ജീവിക്കുന്ന ഒരു അനുഭവം എന്നാണ് നമ്മുടെ ചിന്തയിൽ വരുവാനിടയാകുക. അല്ല, ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യനെയും ഈ പ്രാരംഭഘട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ അവർ ഒരുപക്ഷെ ഈശ്വരവിശ്വാസികളും ദൈവഭക്തരും ഒക്കെ ആയിരിക്കാം. പക്ഷേ ദൈവാത്മാവിൻ്റെ ഉപദേശം ഗ്രഹിപ്പാൻ കഴിവില്ലാത്തവരായ, അഥവാ അതവർക്ക് ഭോഷത്വമായി തോന്നത്തക്കവണ്ണം ജീവിക്കുന്ന, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ സത്യ ഉപദേശത്തെ ഉൾക്കൊള്ളുവാൻ ഏറ്റുകൊണ്ട് അതിനേറ്റവണ്ണം ജീവിക്കുന്നവരായി തീരുവാൻ കഴിയാതെ വണ്ണം ഈ ക്രിസ്തീയ മാർഗത്തെ അഥവാ ദൈവവചനത്തിൻ്റെ ആത്മീക അനുഭവങ്ങളെ ഭോഷത്വമാണെന്ന് തള്ളിക്കളയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സകല മാനവജാതിയെയും നമുക്ക് ഈ പ്രാകൃത മനുഷ്യൻ്റെ ലിസ്റ്റിൽ കൊണ്ടുവരുവാൻ കഴിയും. അവരുടെ വിശേഷതയെ നാം ചോദിച്ചാൽ നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. അവരുടെ ദൈവം അവരുടെ വയറാണെന്നാണ്. മാത്രമല്ല ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്നും പറവാനിടയാകുന്നു. അതിൻ്റെ ബാക്കി കൂടെ നാം വായിക്കുമ്പോൾ അവരുടെ അവസാനം നാശമാണ് എന്ന് നമുക്ക് വായിപ്പാൻ കഴിയും. ഫിലിപ്പിയ ലേഖനം 3:19. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കിയാൽ ലോക മനുഷ്യരുടെ ജീവിതത്തിൽ ഈ കാര്യത്തെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. അവർ ഇന്ന് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ തിന്ന് തൃപ്തരായി സന്തോഷിക്കുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അവരുടെ ദൈവം വയറ് എന്നൊരനുഭവത്തെയാണ് നമുക്ക് ഉണരുവാനിടയാകുന്നത്. നമ്മുടെ ഇടയിലും അത് വളരെ ശക്തമായി വർദ്ധിച്ചു വരുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, എന്തെങ്കിലും ഒരു ആഘോഷം, അമ്പലങ്ങളിലെ ഉത്സവങ്ങളായിരുന്നാലും പള്ളികളിലെ പെരുന്നാളുകളോ മറ്റ് രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലുമൊക്കെ ഒരു മീറ്റിങ്ങുകൾ വെച്ചാൽ പോലും അതിൻ്റെ പിന്നിൽ മുഖ്യമായ ലക്ഷ്യം ഭക്ഷണം എന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ റാലിക്കൊക്കെ ആൾ പോകണമെങ്കിൽ ചാപ്പാടും വണ്ടിക്കൂലിയും കൊടുത്താൽ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടുമെന്നാണ്. എത്ര പേര് വേണമെങ്കിലും വരുവാൻ, എല്ലാ പാർട്ടിക്കും മാറി മാറി കുടിപിടിപ്പാൻ ഒരുക്കമുള്ളവരായി ജീവിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. ചുരുക്കത്തിൽ ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം അഥവാ അവരുടെ വിവിധങ്ങളായ ഫംഗ്ഷനുകളുടെ ഒക്കെയും ലക്ഷ്യം തിന്നുകുടിച്ച് ആനന്ദിക്കുക എന്നൊരനുഭവത്തിലേക്ക് മാറുകയാണ്. ഭക്ഷണം എന്നുള്ളത് മുഖ്യപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരവസ്ഥ, വയറിനെ ദൈവമാക്കി തീർക്കുന്ന ഒരവസ്ഥ. ദൈവമക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. കൊരിന്ത്യർക്ക് എഴുതിയ ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിൽ കർത്താവ് വ്യക്തമായി പറയുമ്പോൾ ഉപജീവന ചിന്തകളാലും അതിഭക്ഷണത്താലും മദ്യപാനത്താലും കർത്താവിൻ്റെ വരവ് നമുക്കും കണിയായി തീരുമെന്നോർപ്പിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഉണരുവാൻ ഇടയാകട്ടെ. നാം ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നവരാകാതെ ഭക്ഷണപ്രിയരായി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മുഖ്യസ്ഥാനം ഭക്ഷണത്തിനാണല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കടന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കും ഭൗതികമായ കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുത്ത് നാം ജീവിക്കുന്നവരെങ്കിൽ, അതുണരണമെങ്കിൽ പഴയ കാലത്ത് കാർന്നോന്മാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അല്ലെങ്കിൽ ചൊല്ലുണ്ട്, എന്തിനാ മനുഷ്യൻ രാപ്പകൽ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എന്തിനാണ്? അരച്ചാൻ വയറിനാണ്. മറ്റൊരു പഴഞ്ചൊല്ലുണ്ട്, എല്ലു മുറിയെ പണിയെടുത്താൽ എന്താ പ്രയോജനമെന്നാണ്? പല്ല് മുറിയെ തിന്നാം.
അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ ഇടയിലും അങ്ങനെയാണ്. നാം കഷ്ടപ്പെട്ട് പണിയെടുത്ത് സമ്പാദിച്ച് സുഖലോലുപരായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരനുഭവം ഇല്ലേ? ഈ ഭക്ഷണപ്രീതി നമ്മുടെ ഇടയിലും വർദ്ധിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തമ്മിൽ ട്രീറ്റ് ചെയ്യുന്നവരായും, പിന്നെ പൊതുവിലൊരു ഫംഗ്ഷൻ വന്നാൽ ഞങ്ങൾക്ക് യമനി മന്തി തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവരുമൊക്കെയായി മാറുന്ന തലമുറയാണ് നമ്മുടെ മധ്യേ. സഹോദരങ്ങളെ, ഉണരണം കേട്ടോ. ആഹാരം നമ്മുടെ ജീവിതത്തിൽ നമ്മെ നരകയോഗ്യരാക്കി മാറ്റുമെന്നുള്ളതാണ് സത്യം. ആഹാരത്തിനായിട്ടല്ല നാം ജീവിക്കേണ്ടത്. പ്രാകൃത മനുഷ്യൻ്റെ രൂപമാണ്, അവൻ്റെ അനുഭവമാണ് ആഹാരത്തെ ദൈവമാക്കി ജീവിപ്പാൻ ഇടയാകുന്നത്. അവരുടെ ജീവിതത്തിൽ ലജ്ജയായതവർക്ക് മാനം തോന്നിയിട്ട് ഏത് ലജ്ജാകരമായ കാര്യത്തിനും അവർ ഉത്സുകതരായി തീരുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവത്തിൽ നാം വായിക്കുമ്പോൾ ദൈവം അവർക്ക് കൽപ്പനകളൊക്കെ കൊടുത്തെങ്കിലും അവർ ആ കൽപ്പനകളൊക്കെ പ്രാപിച്ചതിന് ശേഷം കൽപ്പനാ ലംഘികളായി, അഥവാ ദൈവാത്മാവിൻ്റെ ഉപദേശം ഗ്രഹിപ്പാൻ കഴിവില്ലാത്തവരായി അവർ മാറിയിട്ട് ആ സീനായ് മലയടിവാരത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നവരായി അവർ തീർന്ന്, അവിടെ അവരെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: അവർ തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു എന്നാണ്. തീറ്റയും കുളിയും കളിയുമായി അവർ മാറുന്നു. എന്താ കാരണമെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, കർത്താവ് കൊടുത്ത ഉപദേശത്തെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിവില്ലാതെ ദുശാഠ്യമുള്ളവരായ, അഥവാ നാം ചിന്തിക്കുന്ന വേദഭാഗത്തോട് ചേർന്ന് അവർ പ്രാകൃത മനുഷ്യരായി വെളിപ്പെട്ടതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളയുവാൻ ഇടയാകയാണ്. ശ്രദ്ധിക്കണേ, വയറിനെ ദൈവമാക്കുന്നവരുടെ അനുഭവം, അവർ സകലവിധമായ അശുദ്ധിക്കും തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നവരായി ജീവിതത്തിൽ നാശയോഗ്യരായി തീരുവാനിടയാകും. അവർക്ക് എന്തെല്ലാം ഉപദേശങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലും ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് സത്യം. ദൈവമക്കളൊക്കെ ആത്മീകരാണെന്നാണ്, നല്ല മനുഷ്യരാണെന്നാണ്. പക്ഷേ എനിക്ക് ദുഃഖമുണ്ടാകുന്ന ചില കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, ഈ അനുഭവങ്ങൾ അഥവാ ദൈവിക ഉപദേശങ്ങൾ പല വിധത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിലും തിരിച്ചും മറിച്ചും അങ്ങനെയും ഇങ്ങനെയുമൊക്കെ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നെങ്കിലും ചിലരൊക്കെ അവരുടെ ആ പഴയ പഴഞ്ചൻ രീതിയിൽ മുന്നോട്ട് പോകുന്നതല്ലാതെ ഒരു വ്യത്യാസവും വെളിപ്പെടുത്താത്തവരായി, ഒരു വ്യത്യാസവും ജീവിതത്തിൽ പ്രകടിപ്പാൻ കഴിവില്ലാത്തവരായി, ആ പ്രാകൃത മനുഷ്യൻ്റെ ജീവിതാവസ്ഥയിൽ ദൈവാത്മാവിൻ്റെ ഉപദേശം ഗ്രഹിപ്പാൻ കഴിവില്ലാത്തവരായി മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ എന്താ സന്തോഷമെന്ന് ചോദിച്ചാൽ, അവരെ കൊണ്ടൊന്നും ഒരു ഉപദ്രവവുമില്ല. അവരങ്ങനെ വന്ന് അവരുടെ പാട്ടിന് പൊക്കോളും. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനും ചിന്തിക്കുകയാണ്, ആർക്കും ഇടർച്ച ഉണ്ടാക്കരുത്, സ്വസ്ഥതയോട് അവരങ്ങനെ അവരുടെ രീതിക്ക് പൊക്കോട്ടെ എന്നെങ്കിലും ദൈവാത്മാവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുമ്പോൾ അവരും ഈ ദൈവാത്മാവിൻ്റെ ഉപദേശം ഗ്രഹിക്കുന്നവരാകുവാൻ ഇടയാകുമെന്ന് ചിന്തിക്കുന്നു. ആകയാൽ ദൈവമക്കളെ, നാം ലോകത്തിൽ ജീവിക്കുന്ന പ്രാകൃത മനുഷ്യരെ പോലെ നാം ആയിത്തീരുവാൻ നമുക്കിടയാകരുത്. അവർക്ക് ദൈവത്തെ ദൈവമെന്നറിയുവാനോ മഹത്വീകരിപ്പാനോ ഒന്നും കഴിവില്ലാത്തവരാണ്. സത്യദൈവത്തെ അവർക്കറിഞ്ഞുകൂടാ. ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാനും ദൈവത്തിന് മഹത്വം കൊടുപ്പാനും ഒന്നും അറിഞ്ഞുകൂടാ എന്ന് നാം ലേഖനങ്ങളിൽ വായിക്കുന്നുണ്ട്. അതേ നിലയിലാണ് നമ്മിൽ ചിലരെങ്കിലുമൊക്കെ യഥാർത്ഥമായ സത്യദൈവത്തെ അറിയുവാനോ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ ഉയർത്തുവാനോ ദൈവത്തിന് നന്ദി കരേറ്റുവാനോ ഒന്നും അറിവില്ലാത്തവരായി വെറും പ്രാകൃത മനുഷ്യരായി വയറിനെ ദൈവമാക്കി തങ്ങളുടെ ഉപജീവന മാർഗത്തെ മുഖ്യപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നവരായി തീരുന്ന അനുഭവം. ദൈവമക്കളെ, ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നാം അതിൽ നിന്നൊന്ന് വിടുതൽ പ്രാപിപ്പാൻ നമുക്കിടയാകണം. രണ്ടാമത്തെ അനുഭവത്തെ നാം വായിക്കുമ്പോൾ ലൗകികർ എന്നൊരു കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. അഥവാ ലോകക്കാർ എന്നുള്ളൊരനുഭവം. ഈ ലോകത്തിൽ ജീവിക്കുന്ന, ലോകത്തെ സ്നേഹിക്കുന്ന, ലോകത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന, അഥവാ ലോകത്തിൻ്റെ സ്നേഹിതരായി ലോകത്തോട് ചേർന്ന് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവരെയാണ് ആ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയുന്നത്. അവർ എല്ലാവരും ആ കൂട്ടത്തിൽ വരത്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം
തങ്ങളുടേതായ ജീവിതാനുഭവങ്ങളിൽ തങ്ങളുടേതായ ജീവിതാവസ്ഥകൾക്ക് ഏറ്റവണ്ണം തങ്ങളുടെ ഉപജീവനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് ആ നിലയിൽ ജീവിക്കുന്ന ഒത്തിരി വ്യക്തികൾ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മറ്റൊരു കൂട്ടരെ നാം ശ്രദ്ധിക്കുമ്പോൾ അവർ ഈ ലോകത്തോട് ആയിക്കൊണ്ട്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സൊസൈറ്റി പീപ്പിളായി, ലോകത്തിൻ്റെതായ രീതികളിൽ, ലോകത്തിൻ്റെതായ ധാഢ്യമോടികളിൽ, അതിൻ്റെതായ വേഷഭൂഷാദികളിൽ, അതിൻ്റെതായ ജീവിതാവസ്ഥകളിൽ, ജീവിതാനുഭവങ്ങളിൽ ജീവിച്ചുകൊണ്ട് ഈ ലോകത്തോട് അനുരൂപരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ. റോമലേഖനം 13 നാം വായിക്കുമ്പോൾ തിരുവെഴുത്ത് നമ്മോട് ഓർപ്പിക്കുന്നു എന്താണ്? ഈ ലോകത്തോട് അനുരൂപർ ആകരുത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ലോകത്തോട് അനുരൂപരാകരുത് എന്ന് ചോദിച്ചാൽ, നമ്മെ ലോകക്കാരായിരിക്കാതെ വണ്ണം കർത്താവ് ലോകത്തിൽ നിന്ന് വീണ്ടെടുത്തതാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിലാണോ നാം വായിക്കുന്നുണ്ട്. അവിടെ യേശു വ്യക്തമായി പറയുന്നു, 15:19 നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട്, ശ്രദ്ധിക്കണേ, നമ്മെ കർത്താവ് ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു എന്നാണ്. ആകയാൽ തന്നെ രണ്ടാമത്തെ കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? ലോകക്കാർ എന്നൊരനുഭവം. അവർ ലോകക്കാരായി ജീവിപ്പാൻ ആഗ്രഹിച്ച് ഈ ലോകത്തോട് അനുരൂപരായി തീരുവാൻ ഇടയാകുന്ന അനുഭവം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നു, ഈ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനൊക്കെയും വ്യഭിചാരിണികളാണെന്നും അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് എന്നും തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 4 അധ്യായം 4 വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനൊക്കെയും ദൈവത്തിന് ശത്രുവാകുന്നു എന്ന് പറയും. ദൈവത്തിന് ശത്രുവായി തീരുന്ന അനുഭവം അവിടെ വെളിപ്പെടുവാനിടയാകുകയാണ്. ഇന്ന് ലോക മനുഷ്യരുടെ ജീവിതാനുഭവം നമുക്കറിയാം. ദൈവമക്കളെ, അവർ ലോകത്തെ അഥവാ ലോകത്തിൻ്റെ പ്രഭുവിനെ, ലോകത്തിൻ്റെ അധികാരിയെ വണങ്ങി നമസ്കരിച്ച് ആ ലോകത്തോട് അനുരൂപരായി തീരുവാനിടയാകുന്ന അനുഭവം. കർത്താവ് തന്നെ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവനോട് എനിക്കൊരു കാര്യവും ഇല്ല എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ ദൈവത്തിന് ശത്രുവായി പറയുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ആരാണ്? പിശാച്. തിരുവെഴുത്തിൽ വ്യക്തമായി പറയുന്നു, ആ കള വിതച്ച ശത്രു പിശാച് ആണെന്ന് യേശു തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിന് ശത്രു എന്ന് പറയുന്നവൻ ഒരുവൻ മാത്രമാണത്, പിശാചാണ്. ആ പിശാചാണ് ഈ ലോകത്തിൻ്റെ അധിപതിയായിരിക്കുന്നത്. ആകയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഈ ലോകത്തോട് അനുരൂപരാകുവാൻ ഉത്സാഹിക്കുമ്പോൾ, ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരായി നാം മാറുമ്പോൾ, നാം ദൈവത്തിന് ശത്രുവാണെന്നുള്ളത് വ്യക്തതയോടെ വെളിപ്പെടുവാനിടയാകുകയാണ്. ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിൽ തങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ലോകക്കാരായിട്ടാണോ നാം ജീവിക്കുന്നതെന്ന് ശ്രദ്ധിക്കണേ. കർത്താവ് തെരഞ്ഞെടുത്തത് ലോകത്തിൽ നിന്നാണ്, പക്ഷേ ലോകക്കാരായിരിക്കാതെ വണ്ണമാണ് തെരഞ്ഞെടുത്തത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് അന്യപ്പെട്ടവരായി അഥവാ ദൈവത്തിന് കൊള്ളരുതാത്തവരായി, തെരഞ്ഞെടുക്കുവാൻ വേണ്ടാത്തവരായി തള്ളപ്പെടുന്ന ഒരു കൂട്ടരാണ് ആര്? ഈ ലോകക്കാരെന്ന് പറയുന്നവർ. അവർ പിശാചിനുള്ളവരാണ്. ആകയാൽ തന്നെ അവരുടെ അവസാനവും നാശം തന്നെയാണെന്നുള്ളതാണ് സത്യം. ഈ രണ്ട് കൂട്ടരും ലോകത്തിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള മറ്റുള്ളവരാണ്. ഒന്ന് പ്രാകൃത മനുഷ്യർ, അവർക്കൊരിക്കലും ദൈവാത്മാവിൻ്റെ ഉപദേശം ഗ്രഹിപ്പാൻ കഴിയത്തില്ല. രണ്ടാമതൊരു കൂട്ടർ ഈ ലോകത്തോട് അനുരൂപരായി പിശാചിനെ സേവിക്കുന്നവരായി, പിശാചിനുള്ളവരായി ജീവിക്കുന്നവർ. ഇനിയും നമ്മുടെ ജീവിതത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മെ ആ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു എന്നാണ്. തെരഞ്ഞെടുത്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മൂന്നാമത്തെ ഗണത്തിലേക്കാണ് നമ്മെ കർത്താവ്
കൊണ്ടുവരുവാനിടയാകുന്നത്. നാം ലോകക്കാരായിരിക്കാതെ വണ്ണം ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണോ നാം? വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ പത്രോസ് അപ്പോസ്തലൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഈ ലോകത്തോട് അനുരൂപരായി ലോകക്കാരെ പോലെ ജീവിക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് നാം ലോകക്കാരാണ് എന്ന്, അല്ലെങ്കിൽ നമ്മുടെ പെന്തിക്കോസ്ത് അനുഭവത്തെ, ക്രിസ്ത്യാനിറ്റിയെ മറച്ചു വെച്ചുകൊണ്ട്, അതിനെ നാം ഒളിച്ചു വെച്ചുകൊണ്ട് ലോകമനുഷ്യരാണെന്ന് നമ്മെ തന്നെ പ്രകടമാക്കുവാൻ ഉത്സാഹിച്ചുകൊണ്ട് അതിനേറ്റവണ്ണം ജീവിക്കുന്ന ഒരു ജീവിതമാണോ നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്കിൽ ദൈവമക്കളെ, നാം ഒരിക്കലും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല എന്നുള്ളതാണ് സത്യം. അഥവാ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് സത്യം. നഷ്ടപ്പെടുത്തി കളവാനിടയാകുന്നു. എന്തുകൊണ്ട് നാം ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നഷ്ടപ്പെടുത്തി കളയേണ്ടി വരുന്നു? ഈ ലോകം നമ്മെ മോഹിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ലോകത്തിൻ്റെ മോഹമാണ് നമ്മെ ആ നാശത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാനിടയാകുന്നത്. ലോത്ത് കണ്ണുയർത്തി നോക്കിയപ്പോൾ സോദോം ഗൊമോറയൊക്കെ എങ്ങനെ കണ്ടെന്നാണ്? ദൈവത്തിൻ്റെ തോട്ടം പോലെ കണ്ടെന്നാണ്. ദൈവത്തിൻ്റെ തോട്ടമായി കണ്ടെന്നല്ല, പിന്നെയോ ദൈവത്തിൻ്റെ തോട്ടം പോലെ കാണുവാനിടയായി എന്നാണ്. ഇന്ന് നമ്മിലും പലരും കണ്ണുയർത്തി ലോകത്തിലേക്ക് നോക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ തോട്ടം പോലെ ഫലപുഷ്ടമായ മനോഹരമായ വിശേഷപ്പെട്ടതായി കാണുവാൻ ഇടയാകയാണ്. ഇത് കണ്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ മോഹത്താൽ വശീകരിക്കപ്പെടുന്നവരാണ് ദൈവമക്കളിലും ചിലർ ലോകക്കാരായി മാറുവാൻ ഇടയാകുന്നത്, ലോകമനുഷ്യരെ പോലെ ജീവിക്കുവാൻ ഇടയാകുന്നത്. ഉൽപ്പത്തി 13:10 അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. നശിപ്പിക്കുന്നതിന് മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെയും മിസ്രയീം ദേശം പോലെ ഫലപുഷ്ടമായതുമായ ദേശമായിരുന്നു എന്നാണ്. ദൈവത്തിൻ്റെ തോട്ടം പോലെ. ഇന്ന് ലോകത്തിൻ്റെ മോഹങ്ങൾ കടിമപ്പെട്ട് ലൗകിക നന്മകളും അനുഗ്രഹങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ദൈവമക്കളെ പിശാച് മോഹിപ്പിക്കുന്ന മോഹമാണ് ഈ കാണുന്നത്. എന്നാൽ യാക്കോബ് അപ്പോസ്തലനാണോ പറയുന്നത്? അതിൻ്റെ അവസാനം എന്താണ്? ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ട് ഒഴിഞ്ഞ് എന്നൊരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ട് ഒഴിയുന്ന അനുഭവം. 2 പത്രോസ് 1:4 ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ട് ഒഴിയുവാനിടയാകുന്ന അനുഭവം. ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയുവാൻ. ദൈവമക്കളെ, ഈ ജീവിതം, ലോകക്കാരായി ജീവിക്കുന്ന ജീവിതം നമ്മെ നാശത്തിലേക്കാണ് നടത്തുന്നത്. പ്രാകൃത മനുഷ്യന്റെ അവസാനം എന്താണെന്ന് നാം കണ്ടത്? അവന്റെ അവസാനം നാശമെന്നാണ്. ലൗകികനായി ലോകമനുഷ്യരായി ജീവിക്കുന്നവന്റെ അവസാനവും എന്താണ്? നാശമാണെന്നുള്ളതാണ് സത്യം. ഇനിയും മൂന്നാമത്തെ അനുഭവത്തെ നാം ചിന്തിക്കുമ്പോൾ, അവർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായി ലോകക്കാരായിരിക്കാതെ വണ്ണം തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ കാണുന്നതായ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, അവർ ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നതിന് മുൻപ് ഒരു മിഡിൽ അനുഭവത്തിലേക്ക് അവർ വരുവാനിടയാകുന്നു. അവരെ കുറിച്ചാണ് നാം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിപ്പാനിടയാകുന്നത്. എനിക്ക് നിങ്ങളോട് ആത്മീകരോടെന്ന പോലെയല്ല, പിന്നെയോ ജഡീകരോടെന്ന പോലെ അത്രേ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നു. ആത്മീകരോടെന്ന പോലെ അല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ആരാണ്? ജഡീകരാണ്. ജഡീകർ. ഈ ജഡീകരെന്ന് പറഞ്ഞാൽ അവർ ക്രിസ്തുവിലുള്ളവരാണ്. അഥവാ യേശുവിനാൽ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, മാനസാന്തരപ്പെട്ട, സ്നാനപ്പെട്ട, അഭിഷേകം പ്രാപിച്ച, കൂട്ടായ്മ ആചരിക്കുന്ന, വേർപാട് ആഗ്രഹിക്കുന്നവരായൊക്കെ ജീവിക്കുന്ന ദൈവമക്കളുടെ ഗണമാണ് ഈ ജഡീകർ എന്ന് പറയുന്നവർ. അവരാരാണെന്നാണ്? ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരാണ്. ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവർ. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും
ദൈവികമായ ഒരു വളർച്ച അവർ ആഗ്രഹിച്ചുകൊണ്ട് ആത്മീകരാകുവാൻ ഉത്സാഹിക്കുന്നവരായി തീരുന്നില്ല. ജീവിതകാലം മുഴുവൻ ഈ രക്ഷിക്കപ്പെട്ട അനുഭവത്തെ സൂക്ഷിച്ചുകൊണ്ട് അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ പിന്നെയും പഠിപ്പിച്ച് ഈ അടിസ്ഥാന ഉപദേശത്തിൽ ഇങ്ങനെ ശിശുക്കളായി ജീവിക്കുന്നവരാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് തങ്ങളുടെ ജഡ സ്വഭാവങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ, ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ, തങ്ങൾ പ്രാപിച്ച പരിശുദ്ധാത്മാഭിഷേകത്തിനാൽ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിപ്പാൻ കഴിയാത്തവരായി ഇന്നും കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്നവർ അടിസ്ഥാന ഉപദേശങ്ങളെ പാല് കുടിക്കുന്ന ശിശുക്കളെ പോലെ ആയിരിക്കുന്ന ഒരവസ്ഥ. അതാണ് എബ്രായ ലേഖനത്തിൽ നാം വായിപ്പാനിടയാകുന്നത്. എബ്രായ ലേഖനം 5:12. അവിടെ ശിശുക്കളായി തന്നെ അവർ തുടരുകയാണ്. അവർക്ക് കട്ടിയായുള്ള ആഹാരത്തിന് കഴിവില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ളവരാണ് ജഡീകരെന്ന് പറയുന്നത്. ദൈവമക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ജഡീകർ ആത്മീകരായി തീരുവാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അതിന് ഉത്തരം നമുക്ക് റോമാലേഖനത്തിൽ ലഭിക്കുന്നുണ്ട്. റോമാലേഖനത്തിലല്ലേ? ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിലോ നിങ്ങൾ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും എന്ന് പറയുന്നു. അപ്പോൾ ജഡീകരുടെ ജീവിതാനുഭവം എന്തെന്ന് ചോദിച്ചാൽ അവർ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ അല്ലെങ്കിൽ തങ്ങളിലുള്ളതായ ഈ ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ അനുഭവങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നതായ ജഡത്തിൻ്റെ പ്രവൃത്തികളെന്ന ജീവിതാനുഭവങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവരായി തീരുന്നു. അവർ തങ്ങൾ പ്രാപിച്ച പരിശുദ്ധാത്മാവിനാൽ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിപ്പാൻ കഴിയാത്തവരായി തീരുന്നു. റോമർ 8:12. നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ജഡീകരുടെ ജീവിതാനുഭവം എന്തെന്ന് ചോദിച്ചാൽ അവർ ഈ ജഡത്തിന്റെ പ്രവൃത്തികളൊക്കെ അല്ലെങ്കിൽ ഗലാത്യത്തിൽ വായിക്കുന്ന ഈർഷ്യ, പക, പിണക്കം മുതലായ ജാരശങ്ക, ക്രോധം, കോപശാഠ്യം, ഈ ദുസ്വഭാവങ്ങളെ ഒക്കെ പിടിച്ചുകൊണ്ട് അതിനെ കീഴ്പ്പെടുത്താതെ, ആത്മാവിനാൽ അതിനെ മരിപ്പിക്കാതെ, ആത്മീകരാകാതെ ജീവിക്കുന്നവരായി തീരുവാനിടയാകുന്നു. അവരുടെ ജീവിതത്തിന്റെ അവസാനം എന്താണെന്നാണ് പറയുന്നത്? മരണം എന്നാണ്. മരണം ഇല്ലേ? ഈ മരണം എന്ന് പറയുന്നത് നമുക്കറിയാം. നിത്യതയിൽ നിത്യ മരണത്തിന് വിധിക്കപ്പെടുന്ന രണ്ടാം മരണം എന്ന അനുഭവത്തിലേക്ക് തള്ളപ്പെടുന്നത്, അഥവാ ആത്മീക ജീവൻ നഷ്ടപ്പെട്ട് നിത്യനാശത്തിന് യോഗ്യരാകുവാനിടയാകുന്ന ഒരു അനുഭവം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. എന്നാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവരാകുമെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് ജഡീകരാണോ എന്ന് നമ്മെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജഡത്തിൻ്റെ സ്വഭാവങ്ങളും ജഡത്തിൻ്റെ പ്രവൃത്തികളുമാണോ നമ്മിൽ വാഴുവാനിടയാകുന്നത്? നമുക്കറിയാം, റോമാലേഖനത്തിൽ തന്നെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ എന്തു വസിക്കുന്നുണ്ട്? നമ്മുടെ അവയവങ്ങളിൽ പാപം വസിക്കുന്നുണ്ട്. ആ പാപം നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജഡത്തിൽ വസിക്കുന്ന പാപനിമിത്തം നാം ഇച്ഛിക്കാത്ത തിന്മകൾ ചെയ്യുന്നവരായി തീരുവാനിടയാകുന്നത്. ഇതെല്ലാവരുടെയും ജീവിതത്തിലുള്ള അനുഭവമാണ്. ആകയാൽ തന്നെ നാം ചെയ്യേണ്ടത് എന്താണ്? ഈ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ, ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ കീഴ്പ്പെടുത്തുവാനിടയാകണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ആത്മശക്തിക്ക് ജീവിതത്തിൽ ഇടം കൊടുത്ത് ആത്മാവിൻ്റെ ബലത്തോടെ ജീവിപ്പാൻ ഉത്സാഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് സാധിക്കത്തുള്ളൂ? ജഡത്തിൻ്റെ പ്രവൃത്തിയെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ. ഇല്ലായെങ്കിൽ അവൻ്റെ പേരെന്തായിരിക്കും? മൂന്നാമത്തെ ഘട്ടത്തിൽ ഉൾപ്പെട്ടവർ. ആരാണവർ? ജഡീകർ എന്ന് പറയുന്ന അനുഭവം. അവർ ക്രിസ്തുവിലുള്ളവരാണ്, ക്രിസ്തുവിൽ ശിശുക്കളാണ്. അവരെയും പിന്നെ എന്തു പറയണം? മാനസാന്തരപ്പെട്, ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റ് എന്ന് പറഞ്ഞ് വീണ്ടും ഈ അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. വേർപെട്ട് ജീവിക്കണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നല്ലാതെ എന്തുണ്ടാകത്തില്ല? ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് നടത്തപ്പെട്ട്
സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ദൈവിക വളർച്ച പ്രാപിപ്പാൻ, ആത്മീകത്തിൽ ശ്രേഷ്ഠരായ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ അവർക്ക് കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ 4ാം ഘട്ടത്തിലേക്ക് വരുന്ന ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ, അഥവാ ഈ ജഡീകൻ എന്ന അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിച്ച് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവരായി തീരുന്നവരുടെ ജീവിതത്തിൽ അവർ ദൈവാത്മാവിന്റെ ഉപദേശങ്ങളെ ഹൃദയപൂർവം കൈക്കൊള്ളുന്നവരായി തീരുവാനിടയാക്കും. കൊരിന്ത്യരെല്ലാം വായിക്കുമ്പോൾ അത് ഞങ്ങൾ മാനുഷിക ജ്ഞാനത്താൽ ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ദൈവാത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ ആത്മീകന്മാർക്ക് ആത്മീകമായത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. 1 കൊരിന്ത്യർ 2:13. മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. ആത്മീകർക്ക് ആത്മീകമായതിന് എന്ത് ചെയ്യുന്നതാണ്? തെളിയിക്കുന്നു, അല്ലേ? അപ്പോ ആത്മീകരാണെങ്കിൽ അവരുടെ വിശേഷത എന്താണ്? ദൈവാത്മാവിൻ്റെ ഉപദേശം അവർക്ക് ഭോഷത്വമായി തോന്നത്തില്ല. അവർ അത് വ്യക്തതയോടെ ഗ്രഹിക്കുന്നവരാകുവാൻ, ഉൾക്കൊള്ളുന്നവരാകുവാൻ, അത് ഏറ്റെടുക്കുന്നവരാകുവാൻ, അഥവാ അവർക്കത് തിരിച്ചറിയുവാൻ, ഗ്രഹിപ്പാൻ ഇടയാകുന്ന ഒരവസ്ഥയുണ്ടാകും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവിൻ്റെ ഉപദേശം അഥവാ ആത്മാവിനാൽ ഉപദേശിക്കപ്പെടുന്ന ആത്മീക സത്യങ്ങളെ, ആത്മീക അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞ് ഗ്രഹിച്ചുണർന്ന് ആത്മീകമായൊരു വളർച്ച ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നാം എങ്കിൽ തീർച്ചയായിട്ടും നാം ആരാണ്? ആത്മീകരാണ് കേട്ടോ. അല്ലെങ്കിലോ? ആത്മീകരല്ലെങ്കിൽ ഒരുപക്ഷെ നാം ആരായിരിക്കാം? പ്രാകൃതരായിരിക്കാം, അല്ലെങ്കിൽ ലോകക്കാരായിരിക്കാം, ലൗകികരായിരിക്കാം, അല്ലെങ്കിൽ ജഡീകരായിരിക്കാം. ഇത് 3 അനുഭവങ്ങളും ദൈവമക്കളെ അവസാനം നാശമാണ്, ദോഷമാണ്, മരണമാണെന്ന് പറയപ്പെട്ടിരുന്നൊരവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ നാം ഉണരേണ്ടത്, നാം വ്യക്തതയോടെ ഉത്സാഹിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നാം ഇനിയും ശിശുക്കളായിരിക്കാൻ ഇടയാകാതെ ദൈവികമായ ഒരു വളർച്ച ആഗ്രഹിച്ചുകൊണ്ട്, ദൈവവചനത്തെ ആഴത്തിൽ ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ദൈവവചന സത്യങ്ങളെ നന്നായി മനസ്സിലാക്കുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എനിക്കൊരു ആത്മീക വളർച്ച വേണമെന്ന്, ദൈവികമായ ഒരു വളർച്ചയുണ്ടാകണമെന്ന്, ഞാൻ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാകും? ആ വ്യക്തിക്ക് ആത്മീകനായി തീരുവാനിടയാകുമെന്നുള്ളതാണ് സത്യം. ആത്മീകനായി തീരുവാനിടയാകും. ഇതിനൊന്നും മനസ്സില്ലാതെ, ഇതിനൊന്നും ഉത്സാഹമില്ലാതെ ജീവിക്കുന്നവരാണ് ഉദാസീനരും അലസരുമായി ഉറങ്ങിയും തൂങ്ങിയും മയങ്ങിയും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം കഴിച്ചു കൂട്ടുവാൻ ഉത്സാഹിക്കുന്നവർ. ദൈവത്തിൻ്റെ കരുണയാൽ നരകത്തിൽ പോകാതിരുന്നാൽ മതി എന്ന് ചിന്തിച്ച്, അത് തന്നെ വലിയ ഭാഗ്യമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരാണ് ഈ ജഡീകരെന്ന് പറയുന്നവരെന്നാൽ, ആത്മീകരാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനങ്ങളെ, ദൈവിക അരുളപ്പാടുകളെ ആത്മാവിനാൽ ഗ്രഹിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി ജീവിക്കുവാൻ ഉത്സാഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവരായിരിക്കും. അവരെ കുറിച്ചാണ് നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകുന്ന ഒരനുഭവം നമുക്ക് ഉണരുവാനിടയാകുന്നത്. അവരാണ് യഥാർത്ഥമായി ദൈവികമായ വളർച്ച പ്രാപിക്കുന്നവരായി തീരുവാൻ ഇടയാകുന്നത്. ജഡീകരെ കുറിച്ച് നാം കണ്ടത് എന്താണ്? അവർ ഇന്നും ക്രിസ്തുവിൽ ശിശുക്കളാണ് എന്ന് പറയുന്നു. നമുക്കറിയാം, മാനുഷികമായി അല്ലെങ്കിൽ അക്ഷരികമായി ലോകത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ ശിശുവായിരിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. ശാരീരികമായ വളർച്ച ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. പക്ഷേ ആ ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ പോഷണങ്ങൾ ജീവിതത്തിൽ പ്രാപിച്ചെങ്കിലേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? അതിനേറ്റ നിലയിൽ
വളരുവാനിടയാകത്തുള്ളൂ. ഇല്ലേ? ചില വ്യക്തികളെ നമുക്കറിയാം, ശാരീരികമായ വളർച്ചയുണ്ടാകും, പക്ഷെ മാനസിക വളർച്ച ഉണ്ടാകത്തില്ല. അവരൊക്കെ പിള്ളേരെ പോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വെറും ബാലിശമായ രീതിയിലായിരിക്കും ജീവിപ്പാൻ ഇടയാകുന്നത്. ശാരീരികമായ വളർച്ചയുണ്ട്, പക്ഷേ മാനസികമായ വളർച്ച ഇല്ലാത്തവർ. ഒരിക്കൽ ഞാനൊരു കുട്ടിയെ കണ്ടു. എനിക്ക് തോന്നുന്നു ഒരു 4 വയസ്സ് 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 18 വയസ്സ് കഴിഞ്ഞ ഒരു മിടുക്കനാണ്. നന്നായി സംസാരിക്കും, പക്ഷേ ശരീരത്തിന് വളർച്ചയില്ല. ചോദിച്ചപ്പോൾ അറിഞ്ഞ സത്യം വളരെ ദാരുണമായതാണ്. കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയാണ് ആരോ തൊട്ടിയിൽ കിടത്തി ആട്ടിക്കൊണ്ടിരുന്നു. അശ്രദ്ധമായി ആട്ടി ഈ കുഞ്ഞിൻ്റെ തല ചെന്ന് ഭിത്തിയിൽ ഇടിക്കുവാനിടയായി. കുഞ്ഞിൻ്റെ തല ഭിത്തിയിൽ ഇടിച്ചിട്ട് ഞരമ്പുകൾക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വളർച്ച നിലയ്ക്കുവാനിടയായി. ഇന്നും 18 വയസ്സുള്ള പയ്യനാണെങ്കിലും കിടക്കയിൽ തന്നെ കിടക്കയാണ്. എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു കൊടുക്കണം. സംസാരിക്കും കേട്ടോ, അതാ വ്യത്യാസം. നല്ല ബുദ്ധിയോടെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ശരീരത്തിന് വളർച്ചയില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നു. ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ സഹോദരങ്ങളെ നാം ഉണരുവാനിടയാകണം. ഒരുപക്ഷെ പോഷണം നമുക്ക് കിട്ടാതെ വണ്ണം, അഥവാ ആഹാരം കിട്ടാതെ വണ്ണം നാം വളർച്ച നിന്നവരായി മാറുവാനിടയാകും. ഇല്ലെങ്കിൽ ദൈവിക അനുഭവങ്ങൾ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഉത്സാഹിക്കാത്തവരായി തീരുമ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ച നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാനിടയാകും. ദൈവികമായ വളർച്ചയ്ക്ക് 2 അനുഭവങ്ങളാണ് തിരുവെഴുത്ത് പറയുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തെ നാം സന്തോഷത്തോടെ ഭക്ഷിക്കുന്നവരാകുവാനിടയാകണം. അതാണ് നമുക്ക് ദൈവിക വളർച്ച പ്രാപിപ്പാൻ ഇടയാകുന്നത്. എന്നാൽ ആ ദൈവവചനത്തിന് നാം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതാവസ്ഥ പരിതാപകരമായ അവസ്ഥയാണ്. നാം ദൈവവചനത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ കേട്ട് മറക്കുന്നവരായി, മറന്നുകളയുന്നവരായി തീരുകയാണ്. ചിലരുടെ ജീവിതം പരിശോധിച്ചാൽ അവർ മറുത്ത് മത്സരിക്കുന്നവരുമായി തീരുകയാണ്. തങ്ങളുടെ മാനുഷിക ബുദ്ധിയിൽ ദൈവിക ജ്ഞാനത്തെ വിവേചിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട്, അതിനെ ശോധന ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, അതൊക്കെയും അവരുടെ മാനുഷികതയിൽ ഭോഷത്വമായി തോന്നുമ്പോൾ, ഇല്ല, തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? ദൈവവചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, പക്ഷേ രക്ഷിക്കപ്പെടുന്ന നമുക്കോ എന്താണ്? ദൈവ ശക്തിയാണ്. വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് ഈ ദൈവവചനം എന്താണ്? ദൈവശക്തിയാണ്. മാനുഷിക ജ്ഞാനത്തിൽ അതിനെ പരിശോധിച്ചാൽ അതിൽ പരം ഭോഷത്വം ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ അടുക്കൽ ആരെങ്കിലും 1-2 ഭോഷത്വമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ പറയും, എടേ നിനക്ക് 2 അറിയാവൂ, ഞാൻ 2000 തെറ്റ് കാണിച്ചു തരാമെന്ന് പറയും. ബൈബിളിലുള്ള 2000 തെറ്റ് കാണിച്ചു തരാം. പക്ഷെ അതൊക്കെ നിന്റെ മാനുഷിക ചിന്തയിലാണ്. എനിക്ക് ദൈവാത്മാവ് അത് ഉണർത്തി തരുമ്പോൾ ആ തെറ്റ് ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യൻ്റെ ജ്ഞാനത്തെക്കാൾ അധികമാണെന്ന് വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നത് പോലെ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹമാണ്, അഥവാ അതിൽ ദൈവികമായ മർമ്മങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കാറുണ്ട്. ദൈവമക്കളെ, ഈ ദൈവവചനം ഒരിക്കലും ഭോഷത്വമല്ല. ഇത് നമുക്കൊരിക്കലും ഭോഷത്വമായി തോന്നരുത്. ഇത് നമ്മുടെ ആത്മീയ ആഹാരമാണ്. ആകയാൽ അതിനുവേണ്ടി നാം ഉത്സാഹിച്ചുകൊണ്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെയും ദൈവവചനം വായിപ്പാനും പഠിപ്പാനും, കൂട്ടങ്ങൾക്ക് വരുമ്പോഴൊക്കെ ആർത്തിയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി ജീവിക്കുവാനും നമുക്കിടയാകുമെങ്കിൽ നാം ആത്മീകരായി ആത്മീകത്തിൽ വളരുവാൻ നമുക്കിടയാകും. രണ്ടാമത്തെ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്ന ഒരനുഭവം, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുന്ന ഒരു അനുഭവം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. യാക്കോബ് ഭൗതികമായ നന്മകൾ ഇല്ലാഞ്ഞിട്ടല്ല,
ആ യബോക്ക് കടവിൻ്റെ തീരത്ത് രാത്രി മുഴുവൻ ദൂതനോട് മല്ല് വിളിച്ചത് തനിക്ക് 2 അല്ല 4 ഭാര്യമാരുണ്ടായിരുന്നു, 1 2 മക്കളല്ല 11 മക്കളും ഉണ്ടായിരുന്നു, സമ്പത്തിന് ഒരു കുറവും ഇല്ലായിരുന്നു, ദാസീദാസന്മാരും ആടുമാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ അക്കരെ കടത്തിയിട്ട് ആ രാത്രികാലം മുഴുവൻ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത് എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം, സ്വർഗത്തിൻ്റെ അനുഗ്രഹം വേണമെന്നായിരുന്നു. ദൈവമക്കളെ, നാം സ്വർഗീയ പൗരന്മാരാണെങ്കിൽ, സ്വർഗീയന്റെ പ്രതിമ ധരിക്കേണ്ടവരാണെങ്കിൽ, ആത്മീയത്തിൽ ശ്രേഷ്ഠരായി ആത്മീയത്തിൽ തികവ് പ്രാപിച്ചുകൊണ്ട് നാം കർത്താവിൻ്റെ വരവിൽ രൂപാന്തരപ്പെട്ട് എടുത്തുകൊള്ളപ്പെട്ട് കർത്താവിനോട് അനുരൂപരായി തീരുവാൻ നമുക്കിടയാകണമെങ്കിൽ രാത്രികാലങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലുമൊക്കെ യേശു പറയുന്നത് പോലെ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് അരി തരണേ, കഞ്ഞി തരണേ, ചോറ് തരണേ, അല്ലെങ്കിൽ ഇട്ടം തന്നെ കൊട്ടാരം തരണേ എന്നല്ല. പിന്നെയോ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും കർത്താവേ ഞാൻ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് സ്വർഗീയ അനുഗ്രഹങ്ങൾ, ആത്മീക അനുഗ്രഹങ്ങൾ എനിക്ക് വേണം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകണം. എത്ര പേര് പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നുണ്ട്? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളിൽ ആത്മീക അനുഗ്രഹങ്ങൾ വേണമെന്ന് പറഞ്ഞ് എത്ര പേർ പ്രാർത്ഥിച്ചു പ്രാപിക്കുന്നുണ്ട്? നമുക്ക് അക്ഷരീയമായതൊക്കെ ദൈവം തരും. നാം പ്രാപിക്കേണ്ടത് എന്താണ്? ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. നാം ആത്മീകരാകേണ്ടവരാണ്. ആത്മീകത്തിൽ ശ്രേഷ്ഠരായെങ്കിലേ ക്രിസ്തുവിൻ്റെ ആ ദിവ്യ സ്വഭാവം പ്രാപിച്ച്, സൽഗുണപൂർണത പ്രാപിച്ച്, വിശുദ്ധി പ്രാപിച്ച്, സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് യോഗ്യരായി കർത്താവിനോട് അനുരൂപരായി തീരുവാനിടയാകത്തുള്ളൂ. ഈ 4ാമത്തെ ഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ആരായിത്തീരുന്നത്? 5ാം അനുഭവത്തിലേക്ക്, സ്വർഗീയൻ എന്ന അവസ്ഥയിലേക്ക് മാറുവാനിടയാകുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തവൻ്റെ പ്രാകൃതന്റെ ജീവിതവും, പിന്നെ ലൗകികന്റെ ജീവിതവും, ജഡീകന്റെ ജീവിതവുമൊക്കെ നാശമാണ്. എന്നാൽ ആത്മീകരായി ജീവിക്കുന്നവരാണെങ്കിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒരുപക്ഷെ 30, 60, 100 മേനിയൊക്കെ വിളഞ്ഞ് ദൈവസന്നിധിയിൽ ചെന്നെത്തുവാനിടയാകും. അഥവാ ആത്മീകരായി ജീവിച്ചാൽ ദൈവരാജ്യത്തിൽ പോയി ചേരാൻ കേട്ടോ. ജഡീകരായി ജീവിക്കുന്നവരെ കുറിച്ച് ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും എന്ന് പറയുമ്പോൾ, ഒരിക്കലും മറ്റു മനുഷ്യരെക്കാൾ ഈ ക്രിസ്തുവിൽ ശിശുക്കളായവർക്ക് ഒരു വിശേഷതയും ഇല്ല എന്നുള്ളതാണ്. അവരുടെ അവസാനവും എന്തു തന്നെയാണ്? നാശമാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് ജഡീകരായി ജീവിക്കുന്നവർ ദയവ് ചെയ്ത് ആത്മാവിൽ ഉണർന്നാട്ട് ഈ ജഡീകത നമ്മിൽ നിന്ന് മാറിയിട്ട് ആത്മീകരെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ നമുക്കിടയാകണം. ജഡത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ മരിപ്പിപ്പാൻ ഉത്സാഹിച്ചുകൊണ്ട് ആത്മീകരെന്ന അനുഭവത്തിലേക്ക് വന്ന് ദൈവവചനത്തെ ഗ്രഹിച്ചുണർന്ന് 30 മേനിയെങ്കിലും, ഇല്ല 60 മേനി ഒക്കുമെങ്കിൽ 100 മേനി വിളവ് കൊടുപ്പാൻ കഴിവുള്ളവരായി നാം മാറുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിൽ കാണപ്പെടുവാൻ നമുക്കിടയാകും. ആത്മീകൻ മാത്രമേ ദൈവരാജ്യത്തിൽ ചെന്നെത്തത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. ജഡീകരായി ജീവിച്ച് അവസാനിക്കുന്നവരും നരകയോഗ്യർ തന്നെയാണെന്നുള്ളത് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ ഈ നാളുകളിൽ ആത്മീകരാകുവാൻ ഉത്സാഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. നാം സ്വർഗീയന്റെ പ്രതിമ ധരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് വേണ്ടി കൈപ്പണിയല്ലാത്തൊരു ഭവനം സ്വർഗത്തിൽ ദൈവം പണിയുന്നുണ്ടെന്ന് പറയുമ്പോൾ, ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ നാളിൽ നാം തേജസ്കരിക്കപ്പെട്ടവരായി കർത്താവിനോട് അനുരൂപരായി തീരുവാൻ ഇടയാകുന്ന അനുഭവമാണ്. അത് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നു, അഥവാ ആത്മീകർക്ക് വേണ്ടി അത് ഒരുക്കുവാൻ ഇടയാകുന്നു. ആകയാൽ ആത്മീയരായി ജീവിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് യോഗ്യരാകുവാൻ, അഥവാ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെട്ട് കർത്താവിനോട് അനുരൂപരാകുവാൻ നമുക്കിടയാകട്ടെ. കണ്ണുകളടയ്ക്കാം. ദൈവകരങ്ങളിൽ നമ്മെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തെ കണ്ടുണർന്ന് ജീവിതാവസ്ഥകളെ, ജീവിതാനുഭവങ്ങളെ വ്യക്തതയോടൊന്ന് ഗ്രഹിച്ച്
നമ്മെ തന്നെ ഒന്ന് ക്രമീകരിപ്പാൻ നമുക്കിടയാകട്ടെ. ലോകമനുഷ്യരെ പോലെ ലോകത്തിൽ ദൈവത്തെ അറിയാത്തവരായി, സത്യദൈവത്തിൻ്റെ ഉപദേശങ്ങൾ അറിയാത്ത ജീവിക്കുന്ന പ്രാകൃത മനുഷ്യരായി നാം മാറരുത്. ലോക മനുഷ്യരായി ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശത്തിലേക്ക് പോകുന്നവരുമാകരുത്. ക്രിസ്തുവിൽ ശിശുക്കളായി ജഡീകരായി ജീവിക്കുന്നവരുമാകരുത്. ആത്മീകരാകുവാൻ നമുക്കിടയാകട്ടെ. ആത്മീകരായിരുന്ന് കർത്താവിനോട് അനുരൂപരായി സ്വർഗീയന്റെ പ്രതിമ ധരിച്ച് സ്വർഗീയരായി സ്വർഗത്തിൽ വസിക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിച്ചൊരുക്കട്ടെ.